മത്തായി 6:22. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്, കുറ്റമറ്റവന്റെ ശരീരം മുഴുവൻ പ്രകാശം. കണ്ണ് ദുഷ്ടതയാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരത്തിലാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. 2 യജമാനന്മാർ സേവിക്കുവാൻ ആർക്കും സാധിക്കില്ല. ഒന്നുകിൽ ഒരുവനെ ദേഷിക്കും, അവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമുവിനെയും സേവിക്കുവാൻ ആർക്കും കഴിയില്ല. അന്നേരം കണ്ണാണ് നമ്മുടെ ശരീരത്തിന്റെ മൊത്തം. കണ്ണ് ഇരുണ്ടു പോയാൽ നമുക്കൊന്നും ചെയ്യുവാൻ പറ്റത്തില്ല. പുതിയ വർഷത്തിന്റെ ആ കണ്ണിലേക്ക് നമ്മൾ നോക്കണം. പഴയ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും, ഒത്തിരി ദുഃഖങ്ങളും പ്രയാസങ്ങളും നമുക്ക് സംഭവിച്ചതാണ്. പക്ഷെ ഒന്നും നമ്മൾ നേടിയിട്ടുമില്ല. പക്ഷെ ഇന്ന് ഈ വർഷം പുതുതായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തെ മുൻനിർത്തി എല്ലാ കാര്യങ്ങളും നടക്കണം. പക്ഷെ ഒരു മനുഷ്യൻ വിവാഹം ചെയ്യുന്നു, അവന്റെ തീരുമാനം അന്തിമമാണ്. നമ്മൾ ദൈവത്തെ മാമൂലിനെ സേവിക്കരുത്. ദൈവം അതായത് ഒരിടത്ത് 2 പേരെ പറ്റത്തില്ല. ഒന്നിനെ പരിചയിക്കും, ഒരാളെ സ്നേഹിക്കും. ഇതാണ് ബൈബിൾ പറയുന്നത്. 2 യജമാനന്മാർ സേവിക്കുവാൻ ആർക്കും സാധിക്കില്ല. ഒന്നുകിൽ ഒരുവനെ ദേഷിക്കും, അവരെന്നെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കും, അവരെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമൂലിനെയും സേവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതായത് ദൈവത്തിനെയും സാത്താനങ്ങളും നിങ്ങൾക്ക് ഒന്നിച്ച് 2 വള്ളത്തെ മനുഷ്യൻ ചവിട്ടാൻ പറ്റത്തില്ല. ഒരു വള്ളം അടുപ്പിച്ച് 2 വള്ളം കാലം പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ പുതിയ വർഷമാകുന്ന ദൈവത്തമില്ലാതെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് മുന്നോട്ട് നമുക്ക് എല്ലാവരും മനുഷ്യനാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു 10 കൂട്ടം കാര്യങ്ങളെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം ചിലപ്പോൾ 10 കാര്യം നടക്കത്തില്ല. ഒരു മനുഷ്യൻ 10 കാര്യങ്ങൾ ദൈവത്തിനെ കൊണ്ടുപോലും അസാധ്യമായ കാര്യങ്ങളാണ്. കാര്യം എല്ലാ കാര്യം 100 എന്നാൽ ദൈവത്തിന് മാത്രമേ സാധിച്ചുള്ളൂ, ബാക്കി ആർക്കും സാധിച്ചിട്ടില്ല. നമ്മൾ ഈ വന്ന പുതുവർഷത്തിന് വിളക്ക് തന്നിന്മേലാണ് വെക്കേണ്ടത്, പറയേണ്ടതല്ല വെക്കേണ്ടത്. അതിനും തന്നിന്മേൽ വെക്കുന്ന പ്രകാശം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകും, എന്നിൽ കൂടി നടക്കുന്ന അന്ധകാരത്തിൽ നടക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശമുള്ളവരായി ജീവിക്കണം. നമ്മളെ പ്രകാശങ്ങളാണ് മറ്റുള്ളവർ ആ പ്രകാശത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ നയിക്കുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ നയിപ്പിക്കുന്നത്. അന്നേരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് ശക്തി പ്രാപിക്കുന്നത്. നമ്മളെ പുതുവത്സരമാകുന്ന ഈ പുതുവത്സരം നമുക്ക് നല്ലതായി ജീവിക്കാം, നല്ല തീരുമാനങ്ങൾ എടുക്കാം. നല്ല തീരുമാനം എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ നന്മയിലേക്ക് നമ്മളെ വളർത്തുന്നത്. പ്രകാശമാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്ന ഇതിൽ കൂടി കടക്കുന്ന ഈ അന്ധകാരത്തെ വിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ അഭിഷേകമെന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്തെ ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നന്മ ചെയ്യണമെന്നായിരിക്കണമെങ്കിൽ ഇച്ഛിക്കാത്ത തിന്മയാണ് മനുഷ്യർക്ക്. ആരും തിന്മ ചെയ്യണമെന്നല്ല ആഗ്രഹിച്ചു വരുന്നത്, നന്മയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പ്രകാശമുള്ളവരായി പുതിയ ദിവസത്തിന്റെ പ്രകാശമായി അത് മറ്റുള്ളവരെയൊക്കെ പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ പ്രകാശം ഉണ്ടായിരിക്കണം. നമ്മൾ പ്രകാശം വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമുക്ക് പ്രകാശിക്കാൻ പറ്റുന്നത്. നമ്മുടെ ദൈവം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ലോകത്തിന്റെ പ്രകാശമാക്കിയെങ്കിൽ നമുക്ക് പ്രകാശമാകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് കടന്നു വരും. നമുക്കൊരു അതിനൊരു ഇടമുണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് നന്മയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കണം. നന്മ അല്ലാതെ തിന്മയല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ഒരു പുതുവർഷം ഞാൻ നേരുകയാണ്, നിങ്ങൾക്ക് നല്ല നന്മകൾ വരട്ടെ, നല്ലത് അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധാത്മ നിറയട്ടെ, ദൈവത്തിന് അഭിഷേകങ്ങളുടെ നമ്മൾ ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണമായ വാക്ക്, സന്തോഷമായ വാക്ക്, ഒരു തൊടിയില്, ഒരു സ്നേഹമായ ഒരു സംസാരം, ഒരു സ്പർശനം, ഇതെല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ ആവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുവാൻ, മറ്റുള്ളവരെ നമ്മളിലേക്ക് അടുപ്പിക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കരങ്ങൾ നമ്മളെ ഉണ്ടാകണമെന്ന് നാം പ്രാർത്ഥിക്കുന്നത്. അതായത് ഒരു പുതിയ ദിവസം നമുക്ക് തന്നല്ലോ, അതിന് നന്ദി പറയണം. അടുത്ത വർഷം നമുക്ക് ഉണ്ടാവുകയാണ്. ഓരോ ദിവസം തമ്പരാൻ പറഞ്ഞാൽ പുതിയതാണ്. എല്ലാ ദിവസങ്ങളും ആ പ്രധാന ദിവസങ്ങൾ നമുക്ക് സന്തോഷിച്ച് കർത്താവെ രാവിലെ പുതിയ ദിവസത്തിനായി നന്ദി പറയണം. കർത്താവെ കൂടുതൽ മനുഷ്യനേക്കാൾ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു കൃപ നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് മനുഷ്യനെ ദൈവത്തെ മാമോനെയും ഒന്നിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല. ഒന്നീ ദൈവത്തെ സ്നേഹിക്കുന്ന മാമോനെ സ്നേഹിക്കാൻ പറ്റില്ല. ദൈവം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്കാണ് വന്നത്. ഇരുട്ടല്ല കണ്ടത്, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്ന ഇതിൽ കൂടി കടക്കണമെന്ന് അന്ധകാരത്തിൽ നടക്കുന്നെന്ന് പറഞ്ഞാൽ നമ്പുരാൻ ആ അന്ധകാരം എടുത്തു മാറ്റി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നീട്ടുവാൻ നമ്മുടെ കുടുംബത്തെ നമ്മൾ യോഗ്യരാക്കണം. പ്രകാശം ഉള്ളിടത്തെ ദൈവത്തിന്റെ പരിശുദ്ധ അഭിഷേകം ഉണ്ടാകും. ഇരുട്ടിനെ കത്താവുന്ന ഇരുട്ടിനെ അല്ല ഉണ്ടാക്കുക, ദൈവത്തെ വെളിച്ചത്തെയാണ് ഉണ്ടാക്കുക. വെളിച്ചം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ നീട്ടണം. ഒരു പുതുവത്സരം നമുക്ക് തന്നു. നമുക്ക് കുറെ ഒത്തിരി ദുഃഖങ്ങൾ പുറമോട്ട് നോക്കുന്ന നമുക്ക് കാണാൻ പറ്റും. എല്ലാ കാര്യം ദുഃഖങ്ങളെ, പ്രയാസങ്ങളെ, പട്ടിണികളെ, പരിവട്ടങ്ങളെ, കേസുകള്, എല്ലാ പ്രശ്നങ്ങളും നമുക്കുണ്ട്. പക്ഷെ അന്ന് പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് പരിവവും പരിവട്ടവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ നാളത്തെ കാര്യം നമ്മൾ ഈ പുതുവർഷങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നല്ലതായി ജീവിപ്പാൻ, നല്ലത് സംസാരിക്കുവാൻ, നല്ലത് പ്രവർത്തിക്കുവാൻ, നല്ലത് ചെയ്യുവാൻ,
ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രതികാര ചിന്തയല്ല നമ്മളിലേക്ക് വാഞ്ചിക്കുന്നത്. പ്രതികാരം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു മറ്റല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിന്നിൽ വരണമെങ്കിൽ, ദൈവത്തിന്റെ അഭിഷേകമുള്ളവരായി നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളവരായിരിക്കും. ഹൃദയത്തിലുള്ള ഭാഗ്യന്മാർ ദൈവത്തിന്റെ മഹത്വം കാണുന്ന പോലെ നമ്മൾ പ്രകാശിക്കുന്ന ദൈവ മക്കളാവണമെങ്കിൽ നമ്മൾ പ്രകാശം ചെയ്യണം, നല്ലത് ചെയ്യണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ വളർത്തി വലുതാക്കണമെങ്കിൽ ദൈവം ഓരോ മക്കളുമേലും ദൈവത്തിന്റെ പരിശുദ്ധ അഭിഷേകമുണ്ട്. ഒരുവൻ ഭൂമിയിൽ മാനസാന്തരപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കുമെന്നാണ്. നമുക്ക് വേണ്ടി ജീവിക്കണം. നമുക്ക് ഈ പുറമോട്ട് നോക്കുമ്പോൾ ഒത്തിരി ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉള്ളൂ. ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കേണ്ടത്. കർത്താവായ സമരം പുറമോട്ട് നമ്മൾ ഒരു പാർട്ടി തടക്കണം, പുറമോട്ട് ആരം പിടിച്ചിട്ട് വേണം മുന്നോട്ട് ചാടാൻ. എങ്കിൽ എന്തെങ്കിലും പാർട്ടി വീഴും. എന്നാൽ നമ്മൾ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ വെളിച്ചമാകുന്ന വെളിച്ചം നമ്മളിലേക്ക്, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന്, ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്നോ ശരീരത്തെ കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠരാകേണ്ട. അന്നേരം നാളെ പോലെ നിങ്ങൾ എന്ത് ഭക്ഷിക്കും, നാളെ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, കടഭാരങ്ങളുണ്ട്, പാനം ചെയ്യും, എന്ത് ജീവനെ കുറിച്ച് എന്ത് ധരിക്കും. ഇതൊന്നും കർത്താവ് പറഞ്ഞിട്ടുള്ളത് കൈവന്റെ താമരകളെ വിതയ്ക്കുന്നില്ല, കൊഴിയുന്നില്ല, കളപ്പുരകൾ നിറയ്ക്കുന്നില്ല. അത് തമ്മിൽ അത്ഭുതമായി രക്ഷപ്പെട്ടു. പക്ഷെ അവനിൽ ആശ്രയം വെക്കണം. ഈ ആശ്രയം വെക്കാത്ത നാളെ എനിക്കോട് ചിലപ്പോൾ ഉൾക്കണ്ടുണ്ടാവും. ദൈവത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിച്ച് ഈ കൺമണിയോട് ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് എടുത്ത് കടൽ ചാടാൻ പറഞ്ഞ് ചാടും. നമുക്ക് വിശ്വാസമില്ലെന്ന് തമ്പുരാൻ പറഞ്ഞു. നിങ്ങൾ അച്ഛൻ പറഞ്ഞ എല്ലാം വിശ്വാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ തമ്പുരാൻ പറയുന്നത് നിങ്ങൾ ഭക്ഷണത്തെ കുറിച്ച് ഉത്കണ്ഠരാകേണ്ട, ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠത അല്ലേ. കർത്താവ് വസ്ത്രത്തിനേക്കാൾ ജീവൻ ശ്രേഷ്ഠമാണ്. നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വെളിച്ചമുള്ളവരായിരിക്കണം. വെളിച്ചം പ്രകാശിക്കണം. ഇരുട്ടിനെ കളഞ്ഞാണ് തമ്പുരാൻ വെളിച്ചമുണ്ടാക്കുക. വെളിച്ചമായത് തമ്പുരാൻ പറഞ്ഞു, ആദാം ഏതോട്ടത്തിലാക്കി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചം നല്ലത് കണ്ടു. ദൈവം തമ്പുരാൻ പ്രവർത്തിച്ച സമയങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മള് നാളത്തെ കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. ഈ കൂടുതൽ ചിന്ത വരുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും ചിന്തി വെള്ളം പഠിക്കാൻ തോന്നും, ആത്മഹത്യ ചെയ്യാൻ ചെയ്യും, പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കും. എന്നാൽ നമ്മൾ ചിന്തിക്കാൻ തമ്പുരാൻ അതിനെ ശ്രദ്ധിച്ച് എന്നാ ചോദിക്കും 100% ശരിയൊന്നുമില്ല ഞാൻ. പക്ഷെ ഇന്ന് എന്റെ അനുഭവം വെച്ച് കൂടുതൽ ഇപ്പൊ ഞാൻ വളരെ ദുഃഖില്ല. ഞാൻ കർത്താവിനെ കർത്താവ് എനിക്ക് സമാധാനം തന്നു, സന്തോഷം തന്നു, എനിക്ക് സന്തോഷം സമാധാനം ഉണ്ട്. പക്ഷെ ഇത് ദുഃഖിച്ച് ഇങ്ങനെ ഇരിക്കും, പല കാര്യങ്ങളും പാവത്തിലേക്ക് നയിക്കുന്ന ഫാത്താൻ പറയുന്നത് ഇന്താണ് ജീവിക്കുന്നത്, ഇന്ദിരാജി ഇങ്ങനെ ഓതി തരുമ്പോൾ നമുക്ക് പലതും തോന്നും. അതാണ് നമ്മൾ വെളിച്ചമാകണം. നമ്മുടെ ലോകത്തിന്റെ വെളിച്ചമാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ വെളിച്ചത്തിലേക്ക് നയിക്കാൻ പറ്റൂ. നമ്മൾ വെളിച്ചമുള്ളവരായി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നിറയുന്നതാണ്. നമ്മൾ ഇന്നത്തെ കുറിച്ച് എനിക്ക് 5 വർഷം അങ്ങനെയാണ്, പെണ്ണെ കെട്ടിച്ചില്ല, എനിക്ക് അളവാരമായിരുന്നു, ഞാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, ഇങ്ങനെ ചിന്തിക്കാതെ തമ്പുരാനെ നല്ല ദിവസങ്ങളെ നീ എനിക്ക് തന്നു. ഓരോ ദിവസവും തമ്പുരാൻ ഉണ്ടാക്കിയ ദിവസം എല്ലാം നല്ലതാണ്. പക്ഷെ അടുത്ത വർഷം ദൈവമേ നല്ല ദിവസങ്ങളെ തന്നു, നല്ല പ്രവൃത്തി ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രകാശിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് പ്രകാശിച്ച് മറ്റുള്ളവരെ നല്ല വഴിയിലേക്ക് നയിപ്പാൻ നീ ഞങ്ങളെ കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അത് പ്രകാശിക്കുമ്പോഴാണ് എനിക്കും കിട്ടും, മറ്റുള്ളവർക്കും കിട്ടും. നമ്മൾ പ്രകാശമുള്ളവരായി മറ്റുള്ളവരെ കടക്കുന്നതാണ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞ് കർത്താവായ സംവരാനാണ് പറഞ്ഞത്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഇതിൽ കടക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കത്തില്ല. അന്ധകാരത്തെ മാറ്റിയാണ് തമ്പുരാൻ വെളിച്ചത്തെ തന്നു. ആ വെളിച്ചമുള്ളവരായി നമ്മൾ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് കൂടെ അടുക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണം. ഈ പുതുവത്സരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മളായിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? വിലപ്പെട്ടവരാണ്. നിങ്ങൾ ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാനോ കുറയ്ക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ ആയുസ് ഇത്ര ആർക്കും പറഞ്ഞോണ്ട് എസയ്ക്കാൻ പ്രാർത്ഥിച്ചു, ആയുസ് നീട്ടി കിട്ടി. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ആർക്കും ആയുസിനെ നീട്ടി കൊണ്ടുവരാൻ അത് മാത്രമേ പറ്റാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓടി ചെന്നിട്ട് അവന്റെ കഴിയാതിരിക്കും പറയട്ടെ എനിക്ക് ഇത്ര ദിവസം ഇത്ര മണിക്കൂർ ആയുസ് നിന്നില്ല. കർത്താവ് വിട്ട ആയുസ് അത് ജനിക്കുമ്പോൾ തന്നെ മരണങ്ങൾ ഒന്നിച്ചടിച്ചായിരുന്നു. അന്നേരം ആയുസ് നീട്ടാനോ കുറയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞു, എന്തിനു ആകുലരാകും? വയലിന്റെ ലില്ലികൾ ഇങ്ങനെ വളരുന്നു എന്ന് നോക്കുകയും അവ അധ്വാനിക്കുന്നില്ല, മുഴുക്കുന്നില്ല. ഇല്ലയോ? വയലിലെ വൃക്ഷത്തെ താമനെ നോക്കാനാണ് നിൽക്കാതെ നൂല് നോക്കുവാനോ അല്ല നാളത്തെ കാലം ചിന്തിക്കുന്നുണ്ടോ? ഇന്ന് ഏറ്റവും കൂടുതൽ ചിന്തയാ ഏതെങ്കിലും മൃഗങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇന്ന് മുട്ട കഴിച്ച് എനിക്ക് തിന്നണം, ഇന്ന് വെള്ളപ്പന മെറ്റേ കിടക്കണം, ഏശിക്കാത്ത വണ്ടിയാകുമ്പോൾ ഏതെങ്കിലും മൃഗങ്ങളിൽ ചിന്തിക്കുന്നു. അതെന്തെങ്കിലും വായു കഴിഞ്ഞാൽ ഇന്ന് പിന്നെ അത് സമാധാനമായിട്ട് കിടന്ന് വീണ്ടും വായു പറക്കുന്നു. മനുഷ്യൻ ആരും പറക്കുന്നില്ല.
വീണ്ടും വിചാരം മനുഷ്യനാണ് മൃഗത്തെക്കായി കഷ്ടമാണ്. തമ്പുരാൻ മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അതി ദുഃഖിതനായെന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മള് തമ്പുരാന്റെ സന്നദ്ധിയിൽ എന്ത് ചെയ്യണം? അത് ഒരു മൃഗവും പറയുന്നില്ല, എന്ന് ഞാൻ AC വെച്ച വണ്ടിയിലേ പോകും, അല്ലെ നല്ല കത്തേലേ കിടക്കും, അല്ലെ ഞാൻ കുളിച്ചിട്ടാ കിടക്കാം. അതിന് വീണ്ടും വിചാരമില്ല. ഇന്ന് മനുഷ്യനേക്കാൾ വീണ്ടും വിചാരമുണ്ട് നമുക്ക്. ഇന്ന് നമ്മുടെ വീണ്ടും വിചാരം നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് പുല്ല് വലുതായിട്ട് വെട്ടി വീഴുന്നു, പിന്നെ സാവധാനം വന്ന് ഒരു സമാധാനമായിട്ട് കിടന്ന് ഇതൊക്കെ ആയവർ. നമ്മുടെ മനുഷ്യനോ? ഇന്ന് ക്രിസ്മസായിരുന്നു, എത്ര മദ്യക്കുപ്പി പൊട്ടി, നല്ല 25 ദിവസം നോയമ്പ് നോക്കും, ഓഹോ കൊള്ളാം, എന്നിട്ട് നല്ലതിനെ അകത്തോട്ട് കയറ്റും, പല്ലതിനെ അകത്തോട്ട് കയറ്റും, നല്ലതിനെ പുറത്ത് കാണിക്കും. ശരിയല്ലേ? 25 ദിവസം എങ്ങനെയെങ്കിലും ആരെങ്കിലും പേടിച്ചാ നിൽക്കുന്നത്, സുഖത്തെ കൊണ്ട് പിടിച്ചങ്ങോട്ട് കയറ്റും, പരിശുദ്ധാത്മാവ് നിൽക്കാറുണ്ട്, ഇറങ്ങി കൂടും. ഇതന്നെ നമ്മൾ ചെയ്യുന്നേ. നോയമ്പ് നോക്കുന്നുണ്ട്, നോയമ്പ് നോക്കത്തെ ആരാ? നമ്മൾ അതാണ് കർത്താവ് വെളിച്ചം വരുന്നത്. അതാണ് കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നത് കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. ശരീരം മൊത്തം ഇരുണ്ട് പോകുന്ന കണ്ണുകൊണ്ട്. കണ്ണ് നേരെ തലച്ചോറിന് കൊടുക്കും, തലച്ചോറ് നേരെ ഹൃദയത്തിലേക്ക് കൊടുക്കും. ഈ ഉള്ള ഭാവം മൊത്തം പിടിച്ചു വെക്കുന്ന കണ്ണ് നേരെ തലച്ചോറിൽ കൊടുക്കുന്ന ആദ്യം ഹൃദയത്തിലേക്ക് വരും. നേരെ അവസാനം കണ്ണ് ചെയ്യുന്നത് എന്താണ്? നല്ലതാ കണ്ണ്, ശരീരത്തിന്റെ വിളക്ക. ഇതല്ലോ കണ്ണും ശരീരം മൊത്തം ഇരുണ്ടു പോകും. ഇന്ന് പറഞ്ഞ പോലെ നമ്മളെ ഇരുളിച്ചിലേക്കാക്കാതെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. വെളിച്ചമാണ് നമ്മളെ പ്രകാശം എന്ന് നമ്മൾ വിചാരിക്കണം. 2 ശതമാനമേ ആർക്കും എടുക്കാൻ പറ്റത്തില്ല. ഒന്നിനെ സ്വീകരിച്ചാൽ മറ്റേതും പോകും. നമ്മൾ എന്ത് ചെയ്യണം? നല്ലതിനെ സ്വീകരിക്കും, പന്നലിനെ ഉപേക്ഷിക്കും. ഇല്ലയോ? ഓക്സിജൻ നമ്മൾ പിടിക്കുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകുന്നത്. കാർബൺ ഡയോക്സൈഡ് ആർക്ക് വേണം? വൃക്ഷത്തിന് വേണം. എന്ന് പറഞ്ഞ പോലെ നല്ലതിനെ ഉൾക്കൊള്ളുക, മറ്റേതിനെ ഉപേക്ഷിക്കുക. നമ്മൾ ദൈവത്തിന്റെ ഈ പുതുവത്സരങ്ങള് ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പിള്ളേർക്ക് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം എന്തും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. നീ കേൾക്കുന്ന ഏത് മക്കളെ ഏത് പ്രശ്നത്തിനും ഞങ്ങളുണ്ട്. അത് മക്കളെ പാടണ്ട. നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ഈ പ്രശ്നം കേൾക്കുന്ന ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ, കൗൺസിലിംഗ് എന്തെങ്കിലും ഉണ്ട്, 10-24 വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വിളിക്കാതെ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വിളിക്കാം, ഏത് സമയത്തും വിളിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടെ ഇരിക്കണം. നല്ല ഈ പുതുവത്സരത്തില് നിങ്ങൾക്ക് വീണ്ടും ഞാൻ ആശംസകൾ നേരുന്നു. അടുത്ത വർഷം ആരൊക്കെ ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഞാൻ ദൈവം നമ്പരായിട്ട് ആഴ്ച നീട്ടാനും പറക്കാനും അവന് മാത്രമേ കഴിയും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കും. നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ മക്കളെ ഓരോരുത്തരും നിന്റെ കരങ്ങളിലേക്ക് നിർത്താവേ. നീ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധ അഭിഷേകങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ മക്കളുടെ പിതാവെ അനേക കുറവുകളുണ്ട് പറ്റ. ഞങ്ങൾ പുറമോട്ട് നോക്കുമ്പോൾ കർത്താവെ നടക്കാത്ത ദുഃഖങ്ങളും പ്രയാസങ്ങളെ മാത്രമേ ഉള്ളൂ കർത്താവ്. ഈ പുതുവർഷം നിങ്ങൾക്ക് സമർപ്പിക്കുന്ന കർത്താവ്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഈ പരിഹാരം തരണമെന്ന് പ്രാർത്ഥിക്കും. രോഗങ്ങളായി കിടക്കുന്നവർ, തളവാദ രോഗികളായിട്ട് കിടക്കുന്നവർ, കടബാധയിൽ കിടക്കുന്നവർ, അനേക രോഗികളുണ്ട് കർത്താവെ. ഈ പുതുവർഷമെങ്കിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അനേകരെ നേടുവാനും കൊടുക്കുവാനും ഒക്കെ കൊടുക്കണം. ഈ ദേശം സമാധാനമില്ലാത്തതാണെന്ന് അറിയുന്ന കർത്താവെ, സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥന. എല്ലാ ജാതി ഭേദങ്ങളും എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഈ പുതുവർഷം ഒരിക്കൽ കൂടി നിനക്ക് സമർപ്പിക്കുന്ന കർത്താവെ, നല്ലതായി ഓട്ടം ഓടുവാൻ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദം പ്രാപിക്കുന്ന ചുരുക്കം നിലവിലാണ് കർത്താവെ. ചുരുക്കം നിലവിലല്ല, നല്ലതായി 150 പേര് കുഴിതെടുക്കുന്ന മക്കളായി തീരുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുറവുകളുണ്ട് കർത്താവെ, കുറ്റങ്ങളുണ്ട് കർത്താവെ, നിക്ഷേപിച്ച് പുറത്ത് അനുഗ്രഹിക്കും. യേശു നാമത്തിൽ തന്നെ ആമേൻ.